ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് വന്നത് ചെന്നൈയിലെ ICF റെയിൽ മ്യൂസിയത്താണ്. ഇവിടെ മനോഹരമായ കുറേ കാഴ്ചകളുണ്ട്. ഇവിടെ ഞങ്ങൾ അമ്മയും ഞാനും അനുജത്തിയും മാമനുമാണ് വന്നത്. ഞങ്ങൾ ഗേറ്റിൻ്റെ എവിടേക്ക് പോവുകയാണ്. അനുജത്തി തുള്ളിച്ചാടിക്കൊണ്ടാണ് പോകുന്നത്. ഇവിടെ കുഞ്ഞു പിള്ളേരുടെ ടിക്കറ്റിന് 15 രൂപയും വലിയ ആൾക്കാരുടെ ടിക്കറ്റ് 40 രൂപയുമാണ് കേട്ടോ. ഫ്രണ്ടിൽ ഒരു പഴയ ട്രെയിൻ കിടക്കുന്നുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ട്രെയിനാണെന്ന് തോന്നുന്നു. ഇവിടെ മനോഹരമായ കുറേ കാഴ്ചകളുണ്ട്. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ട്രെയിനുകളുമുണ്ട്. ഇവിടെയാണ് ട്രെയിനിൻ്റെ സീറ്റും ടയറും ഒക്കെ ഉണ്ടാക്കുന്നത്. ഞാനും എൻ്റെ അനുജത്തിയും അമ്മയും നടക്കുകയാണ്. ഒരു പട്ടി ഇപ്പോൾ ഓടിപ്പോയി. ഞങ്ങളത് കണ്ട് പേടിച്ചു. അമ്മ ദാ ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ് നമ്മളെ. ഞങ്ങളൊരു ട്രെയിനിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ. അപ്പോൾ തന്നെ ഒരു ടോയ് ട്രെയിൻ ഓടുന്ന കണ്ടു. നല്ല ഭംഗിയുള്ള ട്രെയിൻ ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഹായ് ഒക്കെ കാണിച്ചു. പിന്നെ ആ ട്രെയിൻ മുമ്പോട്ട് നീങ്ങി. ഈ കളി ട്രെയിനിൻ്റെ ചാർജും വരുന്നത് ആ ടിക്കറ്റിൽ കൂടെ തന്നെയാണ്. പിന്നെ മുമ്പിലൊരു ട്രെയിനൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ഈ ആവി എഞ്ചിൻ ട്രെയിനിൻ്റെ അവിടെ കയറി നിന്നു. ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്കപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു ഡാൻസ് കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. പിന്നെ എൻ്റെ ദക്ഷ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അവളവിടെ നിന്ന് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പോട്ടൊക്കെ നടന്ന് നോക്കി. അവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാനൊരു ആവി എഞ്ചിൻ എന്തോ മെഡിക്കൽ ട്രെയിൻ ആണെന്ന് തോന്നുന്നു. ഞാനതിൻ്റെ ഒരു ഇതിൽ കയറി ഇരുന്നു. പിന്നെ ഞാനും അമ്മയും അവിടെ നിന്നു. പിന്നെ ഞാൻ ഏതോ ഒരു പഴയ ട്രെയിനിൽ കയറി അതിൻ്റെ അടുത്ത് നിന്നു. ഞാൻ പിന്നെ അവിടെ ഒരു പാർക്കിലെ ഒരു സാധനത്തിൽ കയറി. അമ്മയും അനുജത്തിയുമാണ് ആ ട്രെയിനിൽ നിന്നത്. അമ്മ മുമ്പോട്ട് നടന്ന് വരുന്നതുണ്ട്. അവൾ ടാറ്റയൊക്കെ കാണിക്കുന്നു. ഞാനൊരു ട്രെയിനിൻ്റെ സൈഡിലേക്ക് നിന്നു. ആ ട്രെയിനിൻ്റെ പേരാണ് കൽക്കരി ട്രെയിൻ. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറാൻ പോകുകയായിരുന്നു. പിന്നെ നമ്മളൊരു സ്ഥലത്തിരുന്നു. ഒരു ട്രെയിനിൻ്റെ ഫ്രണ്ടിലൊരു കസേര കിടന്നപ്പോൾ അതിലിരുന്നു. അതും കൽക്കരി ട്രെയിനാണ്. പിന്നെ നമ്മൾ കേട്ടോ, നമ്മളിപ്പോൾ കൽക്കരി ട്രെയിനിൽ കയറുകയാണ്. ഇങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതും പിന്നെ അതിൻ്റെ ഉൾവശവും ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ അതിൻ്റെ ഉൾവശത്താണ് നിൽക്കുന്നത്. ഇപ്പുറത്താണ് കൽക്കരി ഇടുന്നത്. ഈ സൈഡിൽ നിന്ന് കോരി ആ ഹോളിലേക്ക് ഇടും. എന്നിട്ട് അത് അടച്ച് വണ്ടി ഓടും. ഇങ്ങനെയാണ് എൻ്റെ ഉപയോഗം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. വേറൊരു ട്രെയിനിൽ പോകണം. ട്രെയിൻ കാണാൻ പോവുകയാണ്. ഇത് പണ്ട് കാലത്തെ ഏതോ ഒരു ട്രെയിനാണ്. നല്ല ഭംഗിയാണ്. നല്ല രസമാണ് ഇതിൻ്റെ വീല്. ഞങ്ങൾ ആ വീലിലൊക്കെ കയറി ഇരിക്കുന്നു. എന്ത് ഭംഗിയാണെന്ന് അറിയോ? ഞാനൊരു ഡാൻസ് കളിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു. പറ്റുമോ എന്തോ. ഞാൻ ആ പാട്ടൊന്ന് പാടട്ടെ. ആറോ മട്ടിക്കുമത്തെ തക്കിണ്ണപ്പെട്ട് ഒരു ചക്കെ ഓരോ മട്ടിക്കപ്പെട്ടെ തക്കിണ്ണപ്പെട്ട് ഒരു ചക്കെ ഓരോ മട്ടിക്കപ്പെട്ടെ തക്കിണ്ണപ്പെട്ട് ഒരു ചക്കെ ഓരോ മട്ടിക്കപ്പെട്ടെ തക്കിണ്ണപ്പെട്ട് ഒരു ചക്കെ. പിന്നെ നമ്മൾ ഇവിടെ കയറി. അപ്പോഴേക്കും ഇതൊരു സ്ഥലമാണ്. ഇവിടെ നമ്മൾക്ക് ട്രെയിനൊക്കെ കാണാം. ട്രെയിൻ ഉണ്ടാക്കുന്നതും എങ്ങനെയാണെന്നും ട്രെയിൻ പണ്ട് കാലത്ത് എങ്ങനെ ഇരുന്നു. ഞങ്ങളിപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉൾഭാഗത്ത് കയറി കേട്ടോ. ഇവിടെ കുറേ വാൾചിത്രങ്ങളുണ്ട്. ഇവിടെ എങ്ങനെയാണ് പണ്ടുകാലത്ത് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നതും ഇപ്പോഴെങ്ങനെയാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നതും ഒന്നൊക്കെ ഉണ്ട്. പണ്ട് ഉരു കെട്ടി വലിച്ചാണ് ചരക്ക് നീക്കിക്കൊണ്ടിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ട്രാക്കുകൾ കെട്ടി ട്രെയിനുകൾ
ഉണ്ടാക്കി ടയറും എല്ലാം വെച്ച് പിന്നെയാണ് ട്രെയിൻ ഓടിയത്. ആദ്യമായി ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ്. ഇതാണ് ആവി എഞ്ചിൻ. ആവി എഞ്ചിൻ്റെ വിശേഷണങ്ങൾ. പിന്നെ ഇന്ത്യയിൽ ട്രെയിൻ ഓടി തുടങ്ങിയത് 1853 പിന്നെ ബോംബെ മുതൽ താനെ വരെയാണ് ആദ്യമായി ട്രെയിൻ ഓടി തുടങ്ങിയത്. മിനിയേച്ചർ ഭക്ഷണങ്ങൾ. പിന്നെ ട്രെയിൻ ഓടുന്നത് അതിൻ്റെ ഉപയോഗങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ട്രെയിൻ ഓടുന്നതും അതിൻ്റെ ട്രെയിനിൻ്റെ മിനിയേച്ചർ വശങ്ങളാണ് ഈ ഓടുന്നത്. ട്രെയിൻ എങ്ങനെയാണ് പാളത്തിൽ കൂടെ പോകുന്നതെന്നും ട്രെയിൻ ഓടുന്നത് എങ്ങനെയാണെന്നും പിന്നെ ട്രെയിൻ ട്രാക്കുകൾ എങ്ങനെയാണ് മാറുന്നതെന്നും എങ്ങനെയാണ് പ്ലാറ്റ്ഫോമിൽ വരുന്നത് എന്നും എല്ലാം നമുക്കിന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ട്രെയിനിനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗപ്പെടും. ഇതാ ഈ ട്രെയിൻ വരുന്നുണ്ട്. എന്തൊരു മനോഹരം! ട്രാക്കിൽ കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. കണ്ടോ? ചൂളം വിളിച്ച് പോകുന്നുണ്ട്. ദാ അടുത്ത ട്രെയിൻ പോകുന്നു. അതാ പാളം മാറുന്നു. അത് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്നു. എന്ത് രസമാണെന്നറിയോ? എല്ലാവരും ഈ വീഡിയോ കാണണം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അതാ ഞങ്ങളിപ്പോൾ ടോയ് ട്രെയിനിൽ കയറാൻ പോവുകയാണ്. കുറേ ആൾക്കാരുണ്ടായതാൽ ആദ്യത്തെ ടോയ് ട്രെയിൻ പോയി കഴിഞ്ഞു. പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു അടുത്ത ടോയ് ട്രെയിൻ വരാൻ. എന്ത് ഭംഗിയാണെന്നറിയോ? ഈ പാളത്തിൽ കൂടെയാണ് ഈ ട്രെയിൻ ഓടിപ്പോകുന്നത്. അടുത്ത ട്രെയിൻ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ വേണം കയറാൻ. എന്ത് ഭംഗിയാണെന്നറിയോ ചൂളം വിളിച്ച് വരുന്നത് കാണാൻ? ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ഇവിടെ കയറാൻ. ഈ വീഡിയോ കുറച്ച് ദിവസമായി എടുത്തിട്ട് ഇന്നാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളും ട്രെയിനിൽ കയറി കേട്ടോ. അമ്മയും ഞാനും ദശയും മാമനുമാണ് പോയത്. അപ്പോൾ നമ്മളിത് ട്രെയിനിൽ കയറിയിട്ടുണ്ടേ. ഇങ്ങനെ പോവുകയാണ്. ഇവിടെ പാർക്കുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടല്ലോ പഴയ ട്രെയിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ വണ്ടി പോകുമ്പം. ഇതാ പാർക്ക്. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു ഈ ട്രെയിനിൽ കയറിയപ്പോൾ. നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഞാൻ ബാക്കിലാണ് കേട്ടോ ഇരുന്നത്. അമ്മയും മാമനും ദക്ഷയും ഫ്രണ്ടിലിരുന്നു. ഒരു തുരങ്കം വരുന്നുണ്ട് കേട്ടോ. ട്രെയിനുകൾ അവിടെ ഉണ്ട്. നമ്മളങ്ങനെ ട്രെയിനിൽ പൊക്കോണ്ടിരിക്കുകയാണത്. ഒരു പാർക്കുണ്ടല്ലോ അവിടെ. നല്ല മനോഹരമാണ് ഇവിടെ. നല്ലൊരു ഉല്ലാസയാത്രയായിരുന്നു എനിക്ക്. ഇപ്പോൾ ഒരു തുരങ്കം വരും ഇവിടെ. നല്ല രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ. നല്ല കാടും മരവും ഒക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇതേ ഒരു ട്രെയിൻ ഉണ്ടല്ലോ അവിടെ. പഴയ ട്രെയിനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ദക്ഷ ഹായും അമ്മയും ഹായ് കാണിക്കുന്നുണ്ട്. ഞാനും ഹായ് കാണിക്കുന്നുണ്ടല്ലോ.